ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിച്ച് ഹൈക്കൻ നോബേഡ് എന്ന് പറഞ്ഞ ഒരു ചാനൽ, അതിനകത്ത് പുള്ളിയുടെ പേര് നമ്മുടെ മാഹിൻ എന്നാണ്. പുള്ളി കഴിഞ്ഞ ദിവസം ഒരു ഇസ്രായേലിനെ പറ്റി ഒരു വീഡിയോ ഇട്ടായിരുന്നു. അതായത് ഇസ്രായേലിൽ പോയിട്ട് ഒരു മാർക്കറ്റിൽ പോയതിന്റെ ഒരു വീഡിയോസ് ആണ് ഇട്ടത്. അപ്പൊ അത് കണ്ട് ഒരു ലേഡി, ഇസ്രായേലിലുള്ള ഒരു മലയാള ലേഡി, ഭയങ്കര മോശമായിട്ട് പുള്ളിയെ പറ്റി പറയുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഭയങ്കര മോശമായിട്ട്. പക്ഷെ അത് ഞാനത് ഫുള്ളൊന്നും ഞാൻ എടുത്താൽ ക്ലിപ്പി വെക്കുന്നില്ല. വേണ്ടപ്പെട്ട കാര്യങ്ങളാണ്, അതൊന്നും എടുത്ത് വെക്കാൻ പറ്റാത്ത ഒരു ഇതാണ്. കാരണം പല ആൾക്കാരും നമ്മുടെ വീഡിയോസ് കാണുന്നത്, അതൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഞാൻ പല കാര്യങ്ങളും അങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എടുത്ത് പറയാറില്ല. കാരണം അത് വേണ്ട എന്ന് വെച്ചാൽ എനിക്ക് പറയാൻ പ്രത്യേകിച്ച് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്ന. കുറെ ഒന്ന് രണ്ട് യൂട്യൂബേഴ്സ് ഉണ്ട്, അവരുടെയൊക്കെ വീഡിയോസ് കണ്ട നിങ്ങൾക്ക് മനസ്സിലാകും നല്ല രീതി. അപ്പം ആദ്യം നമുക്ക് ഈ പുള്ളിക്കാരൻ, അതായത് ഈ മാഹിനിട്ട വീഡിയോയുടെ ഒരു പോസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇതാണ് പോസ്റ്റ്. ഇസ്രായേലിലെ ജഡ്ഡി മാർക്കറ്റ്, ജൂത നാം എഴുതിയ ജഡ്ഡി വിൽക്കുന്ന ഇസ്രായേലിലെ മാർക്കറ്റിലേക്ക്. അതായത് പുള്ളി അവിടെ പോയപ്പോൾ കണ്ട ഒരു മാർക്കറ്റിൽ ജഡ്ഡികളൊക്കെ വിൽക്കുന്നു. അതിന് അവരുടെ പേരുകളും കാര്യങ്ങളും അവിടെ അവരുടെ ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം ആ ജഡ്ഡിയിൽ എഴുതിയേക്കും. പക്ഷെ നമ്മുടെ ഇന്ത്യയിൽ ഇതൊന്നും പറ്റത്തില്ല. ഇന്ത്യയിൽ യാതൊരു കാരണം വെച്ചാലും ഈ സംഭവങ്ങളൊന്നും നടക്കുന്നത്. പക്ഷെ അവരുടെ രീതി അങ്ങനെ ആയതുകൊണ്ടായിരിക്കും അവരെങ്ങനെ. പുള്ളി ഇതിനെപ്പറ്റി ഒരു വീഡിയോ മാത്രമേ എടുത്തുള്ളൂ. നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും എടുക്കും. നമുക്ക് ആ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം. പുള്ളി ഇട്ടതിന്റെ ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഒന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഒരു തെല്ലവീവ് നഗരത്തിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ വരണം. ഇവിടെ കണ്ടില്ലേ, ഐ ലവ് ജൂയിഷ് ബോയ്സ്, ഐ ആം ജൂയിഷ്, യു ക്യാൻ ചെക്ക്. കൊള്ളാം കേട്ടോ. ഇതാണ്ടേ, ഐ ആം ജൂയിഷ്, യു ക്യാൻ ചെക്ക്. അങ്ങനത്തേക്കുള്ളതാണ് കേട്ടോ. ഫുള്ള് ഐ ലവ് ജൂയിഷ് ഗേൾസ്. ഇവരെല്ലാം തന്നെ രാവിലെ അവരുടെ കടകൾ തുറക്കുന്നതിന്റെ തിരക്കിലാണ്. ആരും ഇതുവരെക്കാട്ടും തുറന്നിട്ടില്ല കേട്ടോ. എല്ലാരും എന്താ ഇത്രേ ഉള്ളൂ ഈ വീഡിയോ. ഈ വീഡിയോക്കകത്ത് എന്ത് തെറ്റാണ് എനിക്ക് ഉള്ളതെന്ന് എനിക്ക് മനസ്സിലാവില്ല. അതായത് ഈ വർഗീയത പറഞ്ഞുണ്ടാക്കുന്ന കുറെ ടീമുകളുണ്ട്. അതിലൊരാളാണ് നമ്മുടെ ഈ VK ബൈജു. പുള്ളിക്കാരനെ പോലെ കുറെ ടീമുകൾ ഇതിലുണ്ട്. എനിക്ക് തോന്നുന്നു അതിൽ ഒരാളായിരിക്കണം ഈ ലേഡി എന്ന് പറയേണ്ടിയിരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ വളരെ മോശമായിട്ട് പുള്ളിക്കാരൻ ഈ ഒരു ഇട്ടെന്ന് വെച്ചിട്ട് ഇത്ര മോശമായിട്ട് പറയേണ്ട കാര്യം എന്തോ കാര്യം. എനിക്ക് ഇതിലെ പുറകിലത്തെ കാര്യങ്ങൾ ഒന്നും മനസ്സിലാകുന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ. ഇത്ര ഒരു വീഡിയോസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കണ്ടിട്ട് എനിക്ക് മോശമാണ്. നമ്മളിപ്പം ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ വിശേഷങ്ങൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാർ അല്ലെ പേഴ്സകളുള്ള ആൾക്കാർ കാണിച്ചു കൊടുക്കുന്ന വളരെ പേഴ്സകൾക്കുള്ള ആൾക്കാർക്ക് സന്തോഷം തന്നെ ഉള്ളൂ. ഇവിടെ എന്തെല്ലാം അനാവശ്യമുള്ള കാര്യങ്ങൾ നടക്കുന്നു അതൊന്നും ഇവർ പറയാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവരെടുത്തിട്ട് ഈ പറയുന്നത്. എനിക്കത് അതിനകത്തോട് സത്യം പറഞ്ഞ് യോജിപ്പേ ഇല്ല. ഇനി ഇപ്പൊ നമുക്ക് ഈ ലേഡി പറയുന്ന വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പനോട് പറഞ്ഞേരെ, ഞാൻ സത്യത്തിൽ അവനെ യെരുശലേമിൽ പ്രതീക്ഷിച്ചിരുന്നു. ഈ പ്രദേശത്ത് വല്ലതും യെരുശലേമിൽ എവിടെ കണ്ടാലും അവന്റെ കാരണം ഞാൻ അടിച്ച് പൊളിച്ചിട്ട് ബാക്കിയുള്ളത് ഇന്നത്തെ കാര്യം ഞാൻ ചിന്തിക്കാൻ വേണ്ടി ഞാൻ ഇരുന്നതായിരുന്നു. ഇവിടെ ഞാൻ അവനെ കാത്തിരുന്നതായിരുന്നു. പക്ഷെ ആ പന്ന നാറി ഇവിടെ വന്നില്ല. വരുന്നതിന് മുമ്പേ പണി കിട്ടിക്കാണോ എവിടെയെങ്കിലും. അതുകൊണ്ട് അവൻ ഇവിടെ വരാത്തത്. അവൻ നാട്ടിലിരുന്നുകൊണ്ട് അവൻ എന്തൊക്കെയാ പറഞ്ഞെന്നറിയാമോ? അവൻ നാട്ടിലിരുന്നുകൊണ്ട് പറഞ്ഞത് ആരും KFC കഴിക്കരുത്. KFC കഴിച്ചു കഴിഞ്ഞാൽ ജൂതന്മാർക്ക് അതിന് ഷെയർ പോകും. ഇവിടെ ജൂതന്മാർക്ക് ഷെയർ പോകുമ്പോൾ KFC കഴിക്കരുതെന്ന് നീ പറഞ്ഞവൻ, നീ ഇസ്രായേൽ ടൂറിസ്റ്റ് വിസ എടുത്തു വന്നാൽ അതിന്റെ ഷെയർ ആര് കൊണ്ടുപോകും? ഇതൊക്കെയാണ് ഈ ലേഡി ഇവിടെയൊക്കെ പറയുന്നത്. ഇതിന് എന്തിനാണ് ഈ ആവശ്യമില്ലാതെ ഇവർക്ക് ഇത്ര കുത്തലുണ്ടാകുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. കാര്യം അവരതിനകത്ത് മോശമായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അതായത് മാഹിനകത്ത് വളരെ ഒരു കണ്ട സംഭവം അത് നമ്മളിലേക്ക് എത്തിച്ചു എന്ന് മാത്രമേ പുള്ളിയെ ചെയ്തിട്ടുള്ളൂ. അതിന് ഇത്ര മോശമായിട്ട് പറയേണ്ട കാര്യമില്ല. സത്യം പറഞ്ഞ ഒരു കാര്യമില്ല. എനിക്കത് മനസ്സിലാത്ത ഒരു കാര്യമാണ്. വളരെ മോശമായിട്ടാണ് ഈ സംഭവം പുള്ളിക്കാരത്തെ ഇതൊന്നും അല്ല. ആ വീഡിയോ നിങ്ങൾ കണ്ടാണ്ടല്ലോ, എന്റെ പൊന്നോ, നമ്മള് സത്യം പറഞ്ഞാൽ ആ വീഡിയോസ് ഒന്നും നമുക്ക് ഇടാൻ പറ്റത്തില്ല. അത് പിള്ളേരായാലും കാണുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാണുന്നില്ലെന്ന് തന്നെ പറയേണ്ടിയിരിക്കും. കാരണം അതുപോലത്തെ മോശമായിട്ടുള്ള, അത് പുള്ളിക്കാരത്തേക്ക് ഇഷ്ടപ്പെട്ട ഒരു വാക്ക് ഞാൻ എന്നാൽ ഒരു ഇതിൽ പറയാം. ബാക്ക് സൈഡാണ് പുള്ളിക്കാർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വാചകം. പുള്ളിക്കാരത്തെ അത് എടുത്തു പറയുന്നു. പുള്ളിക്കാരത്തെ അതിനെപ്പറ്റി ഒരു പാട്ട് ഉണ്ടാക്കിയിട്ടുള്ള ടീം. ഞാനത് കണ്ടോണ്ട് ഞാൻ ഇതിലത് നിങ്ങളെ കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ഞാൻ എന്റെ വീഡിയോയിൽ അത് വെക്കണമെന്ന് എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ അത് വെക്കാത്തത്. അത് ഒന്നാമത്തെ കാര്യം പറയുന്നത്. ജസ്റ്റ് നിങ്ങളോട് ഇത് പറയണമെന്ന് വെച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. അപ്പൊ ഈ പുള്ളിക്കാരത്ത് ഇത്രയും പറഞ്ഞത് വെച്ചിട്ട് നമ്മളിപ്പോ ആണുങ്ങളാകുമ്പോൾ നമുക്കൊരു ചെറിയൊരു ആണത്തുള്ളവരാണെങ്കിൽ അതൊരു ചെറിയൊരു ഇത് തോന്നും. ഇത്തരം പറഞ്ഞെങ്കിൽ അതിനുള്ള പ്രതികാരം എന്തായാലും ഉണ്ടാകണമെന്ന് അറിയുന്നുണ്ട്.
മാഹിന് ഈ വീഡിയോ കണ്ടിട്ട് തിരിച്ച് അതേ രീതിയിലുള്ള റിപ്ലൈ കൊടുത്തു. നമുക്ക് ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് കണ്ടു നോക്കാം. യെരുശലേമിൽ വന്നു കഴിഞ്ഞാൽ മറ്റേ കൊറോണ ഓടിച്ച് മറ്റേ പൊളിക്കണം എന്നുള്ളത് എന്റെ ഒരു മോഹമാണ്. പിന്നെ ഞാനിപ്പോ നമ്മുടെ വെസ്റ്റേൺ മാളിന് മുന്നിൽ ജെറുസലേമിൽ നിൽക്കുവാണ്. ഒരു മലയാളി ചേച്ചി ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ചേച്ചി പറഞ്ഞിരുന്നു മാഹിനെ കണ്ട കർണത്ത് അടിക്കണമെന്ന് പറഞ്ഞിരുന്നു. ചേച്ചി ഞാൻ കുറേ നേരമായിട്ട് 2-3 മണിക്കൂറായിട്ട് ഞാൻ വെസ്റ്റേൺ മാളിൽ നിന്ന് കറങ്ങുവാണ്. ചേച്ചി ഉണ്ടെങ്കിൽ പെട്ടെന്ന് വരും, ഞാൻ ഇനിയും ഒരു 2-3 മണിക്കൂർ കൂടെ നിൽക്കാൻ തയ്യാറാണ്. എൻ്റെ 2 കരണവും ഞാൻ തരാം. കാരണം ചേച്ചിക്ക് അടിക്കാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാനിവിടെ ജെറുസലേമിൽ തന്നെ ഉണ്ട്. ചേച്ചിയുടെ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഓൾറെഡി ജെറുസലേം വിട്ട് പോയായിരുന്നു. പിന്നീട് വീഡിയോ കണ്ടപ്പോൾ ഞാൻ വീണ്ടും കരണത്തടി വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഇതാണ് ചങ്കൂറ്റം. അത് ആണുങ്ങൾക്കും പറ്റും പെണ്ണുങ്ങൾക്കും പറ്റും. ഇത് ചങ്കൂറ്റം തന്നെ പറയണം. മാഹിന് പുള്ളി അവിടുന്ന് പോയതാണ്. പോയിട്ട് ഈ പുള്ളിക്കാരത്തി ഇട്ടേക്കുന്ന വീഡിയോ കണ്ടിട്ട് ആണാണോ തെളിയിക്കാൻ വേണ്ടി പുള്ളിക്കാരൻ അവിടെ വന്നിട്ട് റീൽസ് ഇട്ടു. അതാണ് എനിക്കത് വളരെയധികം ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ളവർക്കുള്ള മറുപടി ഇത് തന്നെയാണ് കൊടുക്കുന്നത്. അവിടെ ചെന്നിട്ട് ചങ്കൂറ്റുമായിട്ട് നിന്ന് വെല്ലുവിളിക്കും. അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടെന്ന് പറയാം. ഈ വീഡിയോ കണ്ടിട്ട് ഈ പുള്ളിക്കാരത്തി ഈ മാഹിന്റെ വീഡിയോ കണ്ടിട്ട് അതിന്റെ റിയാക്ഷൻ ആയിട്ട് വലിയ കുറെ ഡയലോഗ്, അതായത് എനിക്ക് 20 മിനിറ്റ് മതി അവിടെ വരാനായിട്ട്, അങ്ങനെ ഇങ്ങനെ വാങ്ങിയത്തെ കുറെ ഡയലോഗ് പറയുന്നത്. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞാൻ പറഞ്ഞതിനേക്കാൾ പുള്ളിക്കാരി പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം. പുള്ളിക്കാരി പറയുന്നു, ഞാൻ പോകാൻ തയ്യാറാണ്. അവൻ ലൈവ് ഇടാൻ പറ. എനിക്ക് റീച്ച് ചെയ്യാനായിട്ട് യെരുശലേമും ആ വിലാമതിന്റെ അടുക്കലും ആ പരിസരത്ത് പോകാൻ നിൽക്കുന്നെങ്കിൽ എനിക്ക് റീച്ച് ചെയ്യാൻ കൂടുതൽ പോയ 20 മിനിറ്റ് മതി. ഓട്ടോ പിടിച്ച് ടാക്സി പിടിച്ച് പോകാനാണെങ്കിൽ. കാരണം ആ സമയത്ത് ചിലപ്പോൾ ലൈവ് ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒരുങ്ങാതെ കൊള്ളാതെ നിൽക്കുകയായിരിക്കും. പെട്ടെന്നൊരു ഉടുപ്പെടുത്തിടുക, എന്തുവാ മുടിയൊന്ന് റെഡിയാക്കുക, വണ്ടി പിടിക്കുക, സ്ഥലം അവിടേക്ക് നേരെ ചെല്ലുക. എന്തിനാണ് ചുമ്മാ കുറെ വായ്ത്താളം അടിക്കുന്നത്? എന്തിനാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തോ കാര്യത്തിനാണ്. ഞാൻ പറഞ്ഞ സമയത്ത് അവനോട് റീൽ ചെയ്ത സമയത്ത് ചെല്ലണമായിരുന്നു. എന്തുകൊണ്ടാണ് പോകാഞ്ഞ്? എനിക്കത് മനസ്സിലായി. എന്തുകൊണ്ടാണ് പോകാഞ്ഞത്? പേടിയാ. അതായിരിക്കും പോകാഞ്ഞതിന്റെ കാര്യം. അല്ലാതെ എന്തോ പറയേണ്ടത്. അവൻ വരും എന്ന് പ്രതീക്ഷിച്ചില്ല. അതാണ് ഇതിനകത്ത് മാഹി വരുമെന്ന് യാതൊരു കാരണവശാലും പ്രതീക്ഷിച്ചില്ല ഈ പുള്ളിക്കാരത്തി. അതാണ് പുള്ളിക്കാരത്തി പറ്റിയ ഒരു തെറ്റ്. ഇപ്പം അടുത്തൊരു ഭാഗം കൂടെ പുള്ളിക്കാരത്തി പറഞ്ഞു. നമുക്ക് അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. അവനെ ലൈവ് വരാൻ പറയടാ. നിങ്ങളൊക്കെ പോയി അവൻ റീലിട്ട് കളിക്കുമ്പം നിങ്ങളൊക്കെ പോയി അവന് റീലിട്ട് കളിക്കുന്ന സമയത്ത് അവനെ എതിർട്ട് കൊടുക്കാതെ അവനോട് പറ. തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ വരാനല്ലേ പറഞ്ഞത്, നീ റീലിടാതെ ലൈവ് ഇടാന്ന് പറ. അവന് ചെന്ന് വിലാവ് മുതലിന്റെ അവിടെ 3 മണിക്കൂർ അവിടെ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞത് കുഞ്ഞിന്. 3 മണിക്കൂറിൽ എനിക്ക് വേണ്ടിയിട്ട് അവർ റീലെടുത്തവൻ എനിക്ക് വേണ്ടിയിട്ട് എന്താ ലൈവ് എടുക്കാത്ത? അത്രയ്ക്കും ചെറ്റയാ, അത്രയ്ക്കും പേടിത്തൊണ്ടനാ. മനസ്സിലായോ? എനിക്ക് വേണ്ടി റീലെടുത്തവൻ എനിക്ക് ഇതിൽ ആരാണ് തന്തയ്ക്ക് പറക്കാത്ത ആളെന്ന് നമുക്കത് മനസ്സിലായി. അത് അങ്ങേറ്റത്ത് നിന്നിട്ട് വലിയ വായ്ത്താളം അടിക്കുക. വായ്ത്താളം അടിക്കാൻ ആർക്കും പറ്റും. അതായത് കൊണയടി ഭയങ്കരമായിട്ട് നടക്കുന്നു. കൊണയടിക്കാൻ ആർക്കെങ്കിലും പറ്റും. പിന്നെ ഈ പുള്ളി ചേച്ചി പറഞ്ഞിട്ടില്ലേ അവനെന്താ ലൈവ് വരാത്തെ? ലൈവ് എന്താ വരാത്തെ? എന്തിന് ലൈവ് വരണം? പുള്ളിക്കാരന്റെ വീഡിയോയ്ക്കകത്ത് കയറിയിട്ട് ഭയങ്കര കൊണോണാന്ന് അടിച്ച ടീമാണ് ഈ പുള്ളിക്കാരത്തി. എന്നിട്ട് അവനോട് പറയാം ലൈവ് വരണം. നാണം ഉണ്ടായിരുന്നെങ്കിൽ അവൻ വിളിച്ച സമയത്ത് പറഞ്ഞ സമയത്ത് എന്താ ചെല്ലാഞ്ഞത്? അപ്പൊ വലിയ ഡയലോഗ് പറയുന്നുണ്ടല്ലോ, 20 മിനിറ്റ് മതി ചെല്ലണം എന്നൊക്കെ. എന്നിട്ട് എന്താ പോകാഞ്ഞ്? ഡയലോഗ് അടിച്ചാൽ പോരാ. അതാണായാലും പെണ്ണായാലും ഡയലോഗ് അടിച്ചാൽ പോരാ. ഡയലോഗ് അടിക്കാൻ ആർക്കും പറ്റും. ലൈവ് ഇടണം. എന്തിന് ലൈവ് ഇടണം എന്നാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ ചേച്ചി പറയുന്ന പോലെ ലൈവ് ഇടാനായിട്ട് ചേച്ചിയുടെ ആരോഗ്യമല്ലല്ലോ അവൻ ലൈവ് ഇടാനെന്ന് പറഞ്ഞിട്ട്. അവൻ ചങ്കൂറ്റുള്ളവനാണ്. അവൻ ആ സ്ഥലത്ത് വന്നേ. പറഞ്ഞ സമയത്ത് ചെല്ലണമായിരുന്നു. എന്താ ചെല്ലാന്? എന്നിട്ട് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞിട്ട് ഭയങ്കര ഡയലോഗ് അടിക്കാൻ. എന്നിട്ട് തന്തയില്ലാത്തവനെന്നും മറ്റവനാന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവിടെ നിന്ന് അങ്ങ് ദൂരെ പോയിരുന്നിട്ട് കൊണയടിക്കാൻ ആർക്കും പറ്റും എൻ്റെ ചേച്ചി. അതുകൊണ്ട് ആവശ്യമില്ലാതെ വെറുതെ ഈ കൊണയടി അടിച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇതൊക്കെ നിർത്തിയിട്ട് വേറെ എന്തെങ്കിലും പരിപാടിക്ക് നോക്കി ഒരാടെ ഇടുന്ന ഒരു ചാനലിൽ പോയിട്ട് ചുമ്മാ ഓരോ വീഡിയോക്കകത്ത് കണ്ടിട്ട് ചുമ്മാ കൊണയടിക്കാൻ നിൽക്കും. എനിക്കതേ പറയാം.